കൃഷി സമൃദ്ധിയുടെ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ടൊരു കാഴ്ചയാണ് ആ കാണുന്നത്. വൈക്കോൽ കൂനകൾ ഇങ്ങനെ ലോങ്ങിൽ കണ്ണത്ത ദൂരം ഇങ്ങനെ നീണ്ടു കിടക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിതുപോലെ ചോളമെല്ലാം റോട്ടിൽ ഉണക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ അതുപോലെ റോട്ടിലങ്ങോട്ട് നിരത്തിയിട്ടിരിക്കുകയാണ്. ഒരു ദാർപ്പായോ ഷീറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് നമ്മളൊരു ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ സുന്ദരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയാണ്. മനോഹരമായിട്ടിങ്ങനെ അതിൻ്റെ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളെല്ലാം തന്നെ ലോങ്ങിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു ഗ്രാമം. ഈ ഒരു ഗ്രാമത്തിൻ്റെ വീടുകളെല്ലാം തന്നെ കണ്ടാൽ മനസ്സിലാക്കാമല്ലോ, കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ താമസിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ് എന്ന് തോന്നിപ്പോകും. ഈ ടൈപ്പിൽ ചെറിയ ഷീറ്റുകളെല്ലാം മേഞ്ഞിട്ടുള്ള വീടുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടിക കൊണ്ടും അതുപോലെ സിമൻറ്റ് കട്ടകൾ, അതായത് ഇഷ്ടികയെ പോലത്തെ സിമൻറ്റ് കട്ടകളൊക്കെ വെച്ചിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ മുന്നേ കണ്ട കാഴ്ചകളെ പോലെ തന്നെ ചോളമെല്ലാം തന്നെ റോട്ടിൽ ഇതുപോലെ കിലോമീറ്റർ കണക്കിന് നീട്ടി പരത്തി ഉണക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ് കാണുന്നത്. പിന്നീട് ആ ഗ്രാമം കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് നമുക്ക് കിട്ടുക. ഇതുപോലത്തെ കാഴ്ചകളാണ് കൂടുതലും ആന്ധ്രാപ്രദേശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷിയുമായി ഇണങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ, നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാഴ്ചകളും ആന്ധ്രാപ്രദേശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ ചെറിയ ചെറിയ വീടുകളാണ്. വീടുകളുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകളിങ്ങനെ ഉണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. 10%, 100-ൽ 10% സ്ഥലത്ത് മാത്രമേ വീടുകൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവർ വീടിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്തും എങ്ങനെയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമുക്ക് തോന്നിപ്പോകും. കാരണം ട്രാക്ടറുകൾ, പിന്നെ മറ്റുള്ള ട്രാക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 2-3 വണ്ടികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ലക്ഷങ്ങളെല്ലാം മുടക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടല്ലോ. അത്രത്തോളം ഇവർ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ചിലവാക്കുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്.